ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. നമുക്കിന്ന് ദുബായ് വാട്ടർ കനാലൊക്കെ ഒന്ന് കാണാം. നമ്മൾ കാണുന്നതൊക്കെ സ്വപ്നത്തിലാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന കുറേ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. മണി ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ചെറുതായിട്ട് പൊടിക്കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ വിൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഇരുട്ടും. 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇരുട്ടി തുടങ്ങും കേട്ടോ. നമ്മളിപ്പോൾ ഷെയ്ഖ് സയ്യിദ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദുബായ് വാട്ടർ കനാലിലോട്ടാണ് പോകുന്നത്. അതിനു മുന്നേ സിറ്റി വാക്ക് വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കാണാം. ഇപ്പം മണി 6 ആയി. ഇപ്പം നല്ല പോലെ ഇരുട്ടിയിട്ടുണ്ട്. ഒരു 8 മണി 9 മണി ആയ പ്രതീതിയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റി വാക്ക് വഴിയാണ്. ഈ കാണുന്നതാണ് കൊക്കക്കോള അരീന. ഇവിടെ വെച്ചിട്ട് സ്പോർട്സ് ഇവൻറ്റും ഫെസ്റ്റിവൽസും ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴും അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും മാറും. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ വാട്ടർ കനാൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോവാം. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. 3 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു വാട്ടർ വേ ആണിത്. ഇത് മാൻമെയ്ഡ് ആണ്. വാട്ടർ കനാലിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് ഈ വാട്ടർഫോള്. ഈ വാട്ടർഫാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജിന്റെ താഴെ കൂടെ ബോട്ടൊക്കെ പോകുമ്പോൾ വാട്ടർഫാൾ നിൽക്കും. സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. എന്നിട്ട് ബോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും വെള്ളം വീണു തുടങ്ങും. ഇതിപ്പോൾ വെള്ളം വീണു തുടങ്ങാത്തത് വേറൊരു ബോട്ടും കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണു തുടങ്ങും. ഞങ്ങളൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. 2 തരത്തിലുള്ള ബോട്ട് യാത്രയുണ്ട്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു മെട്രോ സ്റ്റേഷൻ വരെയും പിന്നെ അല്ലാതെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ബോട്ടും ഉണ്ട്. നമ്മൾ അതിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതും 2 തരത്തിലുണ്ട്. ഒന്ന് 25 ദർഹത്തിൻ്റെയും ഒന്ന് 50യുടെ ആണ്. ഞങ്ങൾ 25 ദർഹത്തിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. 50 ദർഹത്തിൻ്റെ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബോട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ ബോട്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഈ ഓപ്പൺ ആയിട്ടുള്ള ബോട്ടിൽ തന്നെയാണ്. ഇപ്പോൾ വാവയ്ക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കയറി നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാളിൻ്റെ അടിയിൽ കൂടെയാണ് ബോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് കാണുമ്പോൾ ഇപ്പോൾ വെള്ളം നിന്നു തുടങ്ങും. ഇപ്പം നമ്മുടെ ബോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വെള്ളം വീണു തുടങ്ങും. രണ്ട് സൈഡും നിറയെ വലിയ ബിൽഡിങ്ങുകളും ഹോട്ടലുകളുമാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ ബോട്ടും ഷിപ്പും ഒക്കെ കാണാൻ പറ്റും. ഏകദേശം 40 മിനിറ്റോളം ഉണ്ട് ഈ ബോട്ട് യാത്ര. അപ്പോൾ 25 ദർഹം ഒരാൾക്ക് നഷ്ടമൊന്നുമല്ല. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് നല്ല സുഖമാണ്. ബോട്ടിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഹിന്ദി പാട്ടാണ് ഇട്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് വരുമെന്ന് പേടിയുള്ളതുകൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ല. അപ്പം ഇത് പാർട്ടിയൊക്കെ നടത്തുന്ന ഒരു ഷിപ്പാണ്. ഈ കാണുന്നത് ബുർജ് ഖലീഫയാണ്. അപ്പോൾ ബോട്ട് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നേരത്തെ കണ്ട കാഴ്ചകൾ തന്നെയാണ് ഇനി കാണാനുള്ളതും.
അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. കൂടുതൽ റെസിപ്പികളും വ്ളോഗുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.